ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കാമുകൻ നിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് വെറുപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അത് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹീ സ്റ്റോപ്സ് റെസ്പെക്റ്റിംഗ് ഹെർ എന്നുള്ളതാണ്. അഥവാ അവൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും, നിർത്തും. അത് നിങ്ങൾക്കൊരു ഒപ്പീനിയൻ പറയാനോ ഒരു അഭിപ്രായം പറയാനോ ഒന്നും ഒരവസരം തരില്ല. നിങ്ങൾക്ക് ഒരു വോയിസും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു മെസ്സേജ് അയക്കുക, ഒരു കോൾ ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്നും നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. ഒരുപാട് നേരം കഴിഞ്ഞ് തിരിച്ചു വിളിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ റിപ്ലൈ ചെയ്തു, ചിലപ്പോൾ റിപ്ലൈ ചെയ്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരവസ്ഥ, അവർക്ക് നിങ്ങളോട് വെറുപ്പുണ്ടെങ്കിലാണ് ഇങ്ങനെ സംഭവിക്കുക. രണ്ടാമതായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവോയ്ഡ് പ്രസൻസ് എന്നുള്ളതാണ്. അഥവാ അവർ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ അത്ര ഇഷ്ടപ്പെടില്ല. അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വർക്ക് സ്പേസിലായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വീട്ടിലെത്തിയെങ്കിൽ തന്നെ ഫോണോ ടാബോ എടുത്ത് അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ പ്രസൻസ് നൽകില്ല എന്നുള്ളതാണ്. അങ്ങനെയാണോ? പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇടപഴകുന്ന സമയത്തൊക്കെ കൂടുതൽ ഇറിറ്റേഷൻ ആയിരിക്കും ആൾക്ക്. നിങ്ങൾ സംസാരിച്ചു തുടങ്ങി അപ്പം തന്നെ ഇറിറ്റേറ്റഡ് ആവും, എന്തെങ്കിലുമൊക്കെ പറയും. ആ കോൺവെർസേഷൻ അധികം നീണ്ടു പോകത്തില്ല. ഇനി എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ്സിലോട്ട് അത് ലീഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണോ? ആ വ്യക്തി എപ്പോഴും ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ? നിങ്ങളെ കാണുന്നതും സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണോ? അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ചെറിയ രീതിയിൽ വെറുപ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഇമോഷണലായിട്ടും അതുപോലെ തന്നെ ഫിസിക്കലിയും ഒക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും എന്നുള്ളതാണ്. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള കണക്ഷനും ഉണ്ടാവത്തില്ല. സൈലൻ്റ് ആയിരിക്കും, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും, ഹഗ് ചെയ്യത്തില്ല, കിസ് ചെയ്യത്തില്ല, അങ്ങനത്തെ പരിപാടികൾക്കൊന്നും വരില്ല. എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇമോഷണലി അങ്ങനെയായിരിക്കും, ഫിസിക്കലി അങ്ങനെയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ഭാഗത്തേക്ക് ഇടും. നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കുക. അങ്ങനെയുള്ള പെരുമാറ്റം അവരിൽ കാണുന്നുണ്ടെങ്കിൽ അതും ഡേഞ്ചറാണ്. നെക്സ്റ്റ്, നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുക, കളിയാക്കുക, പരിഹസിക്കുക, നിങ്ങളെ ചെറുതാക്കി കാണിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ചെറിയ രീതിയിലുള്ള ഒരു വെറുപ്പുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 6ഓളം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ അവരിൽ പ്രകടമാണെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു ഹെയ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് മാറാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. നമുക്ക് അതിനുള്ള സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ മീൻസ് 1ഓ 2ഓ കാര്യങ്ങൾ അപ്ലൈ ചെയ്തതുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു 6 സൈൻസും കാണുന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ് നമുക്ക് റിസൾട്ട് കിട്ടാൻ. അതിന് പകരം നമ്മളൊരു 21 ഡേയ്സ് കറക്റ്റായിട്ടുള്ള കുറച്ച് പ്രോസസ്സിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് പതിയെ ഗ്രാജുവലി ഒരു മാസം കൊണ്ടൊക്കെ അവരിൽ ഉള്ള ആ ഒരു ഹെയ്റ്റൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം തോട്ട് ബേസ്ഡ് ആണ്. അഥവാ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറുന്നതിനനുസരിച്ച് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പെരുമാറ്റ രീതി നമുക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പിന്നെ യൂട്യൂബ് ചാനലിൽ ധാരാളം ടോപ്പിക്കുകളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനുള്ള സൊല്യൂഷൻസ് കിട്ടും. ഒരു പേഴ്സണൽ സപ്പോർട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി വിളിക്കാവുന്നതാണ്. പിന്നെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂസ് ആണെങ്കിലും, ഇത് മാത്രമല്ല പല രീതിയിലുള്ള കേസുകൾ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രണയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടോ താല്പര്യക്കുറവോ അങ്ങനെ എന്ത് വിഷയമോ ആയിക്കോട്ടെ, അതിനെല്ലാം ഉള്ള സൊല്യൂഷൻസ് നമുക്കുണ്ട്. അപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വിളിക്കാവുന്നതാണ്. ഞങ്ങൾ കൂടെയുണ്ട്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്